Next question, what does the equation x cube y plus xy cube minus xy represent? ഈ ലൈൻ ഏതിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക എന്ന്, ലൈനിനെയാണോ സർക്കിളിനെയാണോ എലിപ്സിനെയാണോ എന്നുള്ളതാണ് ചോദ്യം. എക്സ് ക്യൂബ് വൈ എക്സ് വൈ ക്യൂബ് മൈനസ് എക്സ് വൈ റെപ്രസെൻറ്റ് ആരെ റെപ്രസെൻറ്റ് ചെയ്തു നോക്കാം നമുക്ക്. ഇനി നമുക്കൊരു എക്സ് വൈ കോമൺ എടുത്താൽ ഇവിടുന്ന് എന്താവും എക്സ് സ്ക്വയർ മാത്രം കിട്ടും, എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെ എന്ത് കിട്ടും, വൈ സ്ക്വയർ മാത്രം കിട്ടും, മൈനസ് 1. ക്വസ്റ്റ്യൻ ഇവിടെ 0 ഈക്വൽ ടു 0 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്കിനി ഈ ക്വസ്റ്റ്യൻ എങ്ങനെ എക്സ് വൈ ഈസ് ഈക്വൽ ടു 0 കോമ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 1 ഈസ് ഈക്വൽ ടു 0. നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. ഇതിനെ നമ്മൾ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷനാണ്. സ്ട്രെയിറ്റ് ലൈൻ ഇതേതിൻ്റെയാണ്, സർക്കിളിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് പറയാം ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏതിനെയാണ്, സർക്കിൾ ആൻഡ് ലൈൻ. സർക്കിൾ ആൻഡ് എ ലൈൻ റെപ്രസെൻറ്റ് സർക്കിൾ ആൻഡ് ലൈൻ ഈസ് ദ കറക്റ്റ് ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് പോയിൻറ്റ്സ് ഓൺ ദ ലൈൻ 2x minus 3y is equal to 5 is eq distance from 1,2 and 3, line. അപ്പോൾ ഇതൊരു ലൈനാണ്. ഈ ലൈനിൻ്റെ ഇക്വേഷൻ എന്താണ്, 2x മൈനസ് 3y ഈസ് ഈക്വൽ ടു 5. ഇത് വിച്ച് ഓഫ് ദ ഫോളോയിങ് പോയിൻറ്റ്സ് ഓൺ ദ ലൈൻ. ഒരു പോയിൻ്റ്, ഈ ലൈനിലൊരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻ്റ് ഏതാണ് ചോദിക്കുന്നത്, ഏതാണ് ഈ ലൈനിലെ പോയിൻ്റാണ് ഇക്യു ഡിസ്റ്റൻസ് ഫ്രം എ ആൻഡ് ബി. ഇതിനെ നമ്മൾ പി എന്ന് വിളിക്കുന്നു, എ എന്ന് വിളിക്കുന്നു. എ എത്രയാണ്, ആദ്യത്തെ പോയിൻ്റ് 1,2. പി നമുക്കറിയത്തില്ല, x, y. ബി എത്രയാണ്, 3,4. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് എന്താണ്, ഈ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് പറയാം ഇ ക്യു ഡിസ്റ്റൻസ് ആയതാണെങ്കിൽ എ പി ഈസ് ഈക്വൽ ടു പി ബി എന്ന് പറയാമല്ലോ. എ പി ഈസ് ഈക്വൽ ടു പി ബി. എ പിയുടെയും പി ബിയുടെയും നീളം തുല്യമാണ്. എ പി ഈസ് ഈക്വൽ ടു പി ബി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, എ പി സ്ക്വയർ ഈസ് ഈക്വൽ ടു പി ബി സ്ക്വയർ. പി ബി സ്ക്വയർ എഴുതിയതാണ് റൂട്ട് പോകാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് എഴുതാം x minus 1 the whole square, x minus 1 the whole square plus y minus 2 the whole square, y minus 2 the whole square is equal to x minus 3 the whole square, x minus 3 the whole square plus y minus 4 the whole square. ഈ രണ്ടിൻ്റെയും ഡിസ്റ്റൻസ് തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി സോൾവ് ചെയ്തൊരു ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഇതെന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് 1 മൈനസ് 2x പ്ലസ് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വൈ സ്ക്വയർ പ്ലസ് 4 മൈനസ് 4x ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 9 മൈനസ് 6x പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 16 മൈനസ് 8x. വൈ സ്ക്വയർ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എക്സ് സ്ക്വയർ ക്യാൻസൽഡ്. ബാക്കി ഇവിടെ എന്ത് കിട്ടി, മൈനസ് 2x മൈനസ് 2x. ഈ മൈനസ് 6x ഇപ്പുറം വരുമ്പോൾ പ്ലസ് 6x മൈനസ് 4y. ഈ മൈനസ് 8y ഇപ്പുറം വരുമ്പോൾ പ്ലസ് 8y ഈസ് ഈക്വൽ ടു 1 പ്ലസ് 4 5 അപ്പുറം പോകുമ്പോൾ മൈനസ് 5. ഇവിടെ 9 പ്ലസ് 16 25 1 പ്ലസ് 4 5 മൈനസ് 5. 2x പ്ലസ് 6x ഈസ് ഈക്വൽ ടു 4x. 4y പ്ലസ് 8y ഈസ് ഈക്വൽ ടു പ്ലസ് 4y ഈസ് ഈക്വൽ ടു 25 മൈനസ് 5 ഈസ് ഈക്വൽ ടു 20. എല്ലാത്തിനും 4 കോമൺ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 20. ഈ ലൈനും തന്നിരിക്കുന്ന ലൈൻ ഏതാണ്, 2x മൈനസ് 3y ഈസ് ഈക്വൽ ടു 5 സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് എടുക്കാം. അപ്പോൾ ഇവിടെ 3y കിട്ടും. ഇവിടെ 3y കിട്ടാൻ വേണ്ടി ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര കിട്ടി, 3x പ്ലസ് 3y ഈസ് ഈക്വൽ ടു 60. ഇതതുപോലെ എഴുതാം, 2x മൈനസ് 3y ഈസ് ഈക്വൽ ടു 5. കൂട്ടുമ്പം വെട്ടിപ്പോയി, 3 2 5x സമം 65.
എക്സ് എത്രയാണ്? എക്സ് ഈസ് ഈക്വൽ ടു 65/5 എത്ര ഇടും? എക്സ് 4 കിട്ടിയ വൈ എത്ര ആയിരിക്കും? 3x + 3y ഈസ് ഈക്വൽ ടു 15. എക്സ് 4ആണ്. എക്സ് 4 ആകുമ്പോൾ 4 12 + 3y ഈസ് ഈക്വൽ ടു 15. 3y ഈസ് ഈക്വൽ ടു 15 - 12 എത്രയാണ്? 3. y ഈസ് ഈക്വൽ ടു 1. അപ്പം കോർഡിനേറ്റ്സ് ഏതാണ്? എക്സ് കോമ വൈ ഈസ് ഈക്വൽ ടു 4,1. 4,1. ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദ ഇക്വേഷൻ. അപ്പം EQ ഡിസ്റ്റൻസിൻ്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്റ്റൻസ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അടുത്ത ക്വസ്റ്റ്യനോട്ട് കിടക്കാം. ഇഫ് A 3,5 B -5, -4 C 7,10 are the vertices of the parallelogram. ഒരു പാരലോഗ്രാമിന് 4 വെർട്ടെക്സ് ഉണ്ട്. അതിൽ 3 വെർട്ടെക്സ് തന്നിട്ടുണ്ട്. ടേക്കൺ ഇൻ ഓർഡർ ദെൻ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ 4th വെർട്ടെക്സ്. അങ്ങനെയാണെങ്കിൽ 4ാമത്തെ വെർട്ടെക്സിൻ്റെ കോർഡിനേറ്റ്സ് എന്തൊക്കെയാണ്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട് 10, 19, 15, 10, 15, 19, 19, 15. നമുക്കിത് നോക്കാം. എ എന്ന് പറയുന്നത് 3, 5. ബി എന്ന് പറയുന്നത് -5, -4. സി എന്ന് പറയുന്നത് 7,10. ഡി എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കണം x1, y1. ഇതിൻ്റെ യഥാർത്ഥ ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ എ ബിയുടെ നീളത്തിന് തുല്യമാണ് സി ഡിയുടെ നീളം. എ ബിയുടെ നീളത്തിന് തുല്യമാണ് സി ഡിയുടെ നീളം. അതുപോലെ ബി സിയുടെ നീളത്തിന് തുല്യമാണ് എ ഡിയുടെ നീളം. അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്യേണ്ടത് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് എ ബിയുടെ നീളം കണക്കാക്കുക. അപ്പോൾ നമുക്ക് എ ബിയുടെ നീളം കിട്ടും. അതേ നീളം തന്നെയാണ് സി ഡിയുടെ നീളം. അപ്പോൾ നമുക്ക് സി ഡിയുടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എക്സും വൈയും ചെയ്യുന്നൊരു ഇക്വേഷൻ കിട്ടും. അതുപോലെ ബി സിയുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് ബി സിയുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അത് പിന്നെ അതേ ഡിസ്റ്റൻസ് ആയിരിക്കും എ ഡിയുടെ ഡിസ്റ്റൻസ്. ആ എ ഡിയുടെ ഡിസ്റ്റൻസ് അതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എക്സും വൈ നമ്മളൊരു 4 ഇക്വേഷൻ കിട്ടും. അപ്പോൾ 2 എക്സ് വൈ ഇക്വേഷൻ കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ അത് തമ്മിൽ ഇക്വേറ്റ് ചെയ്തിട്ട് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ രീതി. പക്ഷേ അതിനൊന്നും ഇല്ലാതെ നമുക്കൊരു ഷോർട്ട് ട്രിക്കിലൂടെ ഈ കണക്ക് ചെയ്യാം. ട്രഡീഷണൽ മെത്തേഡ് അറിയാമല്ലോ. എ ബിയുടെ ഡിസ്റ്റൻസും സി ഡിയുടെ ഡിസ്റ്റൻസും ഇക്വേറ്റ് ചെയ്യുക. ബി സിയുടെ ഡിസ്റ്റൻസും എ ഡിയുടെ ഡിസ്റ്റൻസും ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ കിട്ടും. 2 ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എക്സും വൈ കിട്ടും. അപ്പോൾ നമുക്കതൊന്നും പോകണ്ട. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി എന്താണ് ഇവിടുത്തെ x1 y1 കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ എയുടെയും സിയുടെയും എക്സ് കണ്ടിട്ട് നമുക്കറിയാം. എയുടെയും സിയുടെയും എക്സ് അറിയാം. എക്സ് ഈസ് ഈക്വൽ ടു എയുടെയും സിയുടെയും എക്സുകൾ തമ്മിൽ കൂട്ടുക 3 + 7 മൈനസ് കാണേണ്ട ഒരു വെർട്ടെക്സിൻ്റെ ഓപ്പോസിറ്റുള്ള വെർട്ടെക്സ് കുറയ്ക്കും. -7 -5. അപ്പോൾ എത്ര കിട്ടി? 7 3 3 + 7 മൈനസും മൈനസും പ്ലസ് ആവും. അപ്പോൾ എത്ര കിട്ടി? 7 3 10 7 15. അപ്പോൾ 2 15 ഉണ്ട്. 15 10 ഉണ്ട്. 15 19 എക്സ്. അപ്പോൾ ഈ 2 ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഇനി ഏതാണ് വൈയുടെ കോഫിഷ്യൻ്റ് കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ് വൈയുടെ കോഫിഷ്യൻ്റ് അറിയാവുന്ന 2 ഓപ്പോസിറ്റ് വെർട്ടെക്സ് 5 അറിയാം 10 അറിയാം. അപ്പോൾ എത്രയാണ്? 5 + 10. ഈ വെർട്ടെക്സിൻ്റെ ഓപ്പോസിറ്റുള്ള വെർട്ടെക്സ് എത്രയാണ്? -4 -4. അപ്പോൾ എത്രയാണ്? 15 15 + 4 = 19. അപ്പോൾ എന്താണ് വെർട്ടെക്സ്? 15,19. ഏതാണ് ഓപ്ഷൻ? സി ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. ഈ എളുപ്പ വഴി നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മൾ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ കാർട്ടീഷ്യൻ സിസ്റ്റത്തിലെ ക്വസ്റ്റ്യൻസിൻ്റെ ചാപ്റ്റേഴ്സ് കൂടെ അവസാനിക്കുകയാണ്. എല്ലാവരും ക്വസ്റ്റ്യൻസ് ശരിക്കും പഠിക്കുക. ഇത് കുറച്ച് മോഡൽസ് മാത്രമേ ഉള്ളൂ. ഇതേ മോഡലിനെ ബേസ് ചെയ്തുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും. ശരിയായിട്ട് വരണം. പ്രാക്ടീസ് ചെയ്യുക. മോർ പ്രാക്ടീസ് മോർ പെർഫെക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.